ഹലോ എവരിവൺ, എജുമി NISന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIS 2025 ഏപ്രിൽ എക്സാമിനേഷൻ കഴിഞ്ഞു. അതിന്റെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിലൊക്കെ അവൈലബിൾ ആയി. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നോ ഇല്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പല സ്റ്റഡി സെന്ററിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NISന്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടോ ഇല്ലേ, അതിന്റെ അത് എങ്ങനെ പോയിട്ട് എടുക്കാം എന്നുള്ള വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 6 മാസം കൊണ്ട് ഓൺലൈനായി +2 പൂർത്തിയാക്കാം. എജുമിയോടൊപ്പം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലാണ്, NISന്റെ സ്റ്റഡി സെന്ററിലാണ്. അതായത് നിങ്ങൾ NIS രജിസ്റ്റർ സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ID കാർഡ് ഉണ്ടാവും. NISന്റെ ID കാർഡ് ഉണ്ടാവും. ഞാൻ ഇവിടെ കാണിക്കാം ഒരു എക്സാമ്പിൾ. അപ്പോൾ ഈ NISന്റെ ID കാർഡിൽ ഉണ്ടാവും, താഴെ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ നിങ്ങൾ സ്റ്റഡി സെന്റർ ഏതാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാം സെന്റർ അല്ല, നിങ്ങൾ എക്സാം എഴുതുന്ന ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിലല്ല നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. താഴെയുള്ള ഇവിടെയുള്ള ID കാർഡിന്റെ താഴെയുള്ള ഇവിടെ ഒരു സ്റ്റഡി സെന്റർ, ആ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും അവിടെ നിന്നാണ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിൽ പ്രധാനമായിട്ടും 2 ഡോക്യുമെന്റ്സ് ആണ് വരുന്നത്. എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സുകൾ? സർട്ടിഫിക്കറ്റ് ഒന്നാമത്തെ ഡോക്യുമെന്റ്സിൽ ഉണ്ടാവുക സർട്ടിഫിക്കറ്റ് പ്ലസ് ആൻഡ് മാർക്ക് സ്റ്റേറ്റ്മെന്റ്, മാർക്ക് ഷീറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മാർക്ക് ഷീറ്റും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റുമാണ് ഒന്നാമത്തെ ഡോക്യുമെന്റിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വൺ സിംഗിൾ ഡോക്യുമെന്റിൽ അങ്ങനെ ഉണ്ടാവുക. രണ്ടാമത്തെ ഡോക്യുമെന്റിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും TCയും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ആണ് ഉണ്ടാവുക. ഈ TCയും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ കയ്യിൽ വെക്കേണ്ടതുണ്ട്, അത് വാങ്ങേണ്ടതുണ്ടോ പറയാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഗുലർ ആയിട്ടൊക്കെ ഡിഗ്രി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുകയാണെങ്കിൽ നമുക്ക് TCയും അതേപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതും കയ്യിൽ വെക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സ്റ്റഡി സെന്ററിലേക്ക് പോകുമ്പോൾ, എക്സാം സെന്റർ അല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ എക്സാം സെന്ററിലല്ല നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്, സ്റ്റഡി സെന്ററിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്റ്റഡി സെന്ററിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തതായിട്ട് NIS ID കാർഡാണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റുഡൻസിനും NISന്റെ ഒരു ID കാർഡ് ഉണ്ടാവും അല്ലേ. അപ്പൊ NISന്റെ ID കാർഡ് നിർബന്ധമായിട്ട് മസ്റ്റായിട്ട് കയ്യിൽ കരുതേണ്ടതുണ്ട്. കൂടെ തന്നെ ഹാൾ ടിക്കറ്റ്, നമ്മളെ അഡ്മിറ്റ് കാർഡ്, നമ്മളെ ഓരോ എക്സാമിനും ചേരേണ്ട ഹാൾ ടിക്കറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഹാൾ ടിക്കറ്റും അതേപോലെ NISന്റെ ID കാർഡും കൂടാതെ എനി വാലിഡ് ID, അതായത് ആധാർ കാർഡ്, വോട്ടർ ID പോലത്തെ വാലിഡ് ID ആണ് എന്ന് നമ്മൾ കരുതി. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കൂടെ കരുതേണ്ടതുള്ളത്. ചില സ്റ്റഡി സെന്ററിലൊക്കെ അല്ലെങ്കിൽ ചില സ്റ്റഡി സെന്ററിൽ ചിലപ്പോൾ ID കാർഡ് മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 3 ഡോക്യുമെന്റ്സും കയ്യിൽ വെക്കുക. നമ്മുടെ അടുത്ത് ഒരു പ്രശ്നം പറ്റാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ കൂടുതൽ ദൂരെ സഞ്ചരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്റ്റഡി സെന്ററിലേക്ക് പോകാം. അവിടെ ഈ 3 ഡോക്യുമെന്റും നമ്മൾ കയ്യിൽ കരുതി പോയാൽ ഹാർഡ് ആയിട്ടുള്ള തന്നെ ഫോണിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ചില സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്. ഫോണിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കാം, പക്ഷെ നമ്മൾ എപ്പോഴും കരുതേണ്ടത് ഹാർഡ് കോപ്പി നമ്മൾ കയ്യിൽ കരുതണം. ഈ ഹാർഡ് കോപ്പിയുമായിട്ടാണ് നമ്മൾ സ്റ്റഡി സെന്ററിലേക്ക് പോകേണ്ടത്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ സ്റ്റഡി സെന്ററിൽ വിളിച്ച് അന്വേഷിക്കണം എന്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. പല സ്റ്റഡി സെന്ററിലും ചിലപ്പം തുടങ്ങിയിട്ടുണ്ടാവില്ല, വന്ന് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും എല്ലാ സ്റ്റഡി സെന്ററിലേക്കും സർട്ടിഫിക്കറ്റ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക. നിങ്ങൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. NIS +2 വിജയിച്ച വിദ്യാർത്ഥികളുടെ ശ്രദ്ധക്കാണ്, എജുമിയിൽ നമ്മൾ ഒരുപാട് ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നമ്മൾ BA സൈക്കോളജി, BA അറബിക്, BCA, അതേപോലെ തന്നെ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, അതേപോലെ BA അറബിക്, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ BA ഇംഗ്ലീഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഡിഗ്രിയിൽ ചെല്ലാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് കണ്ടന്റുമായി വീണ്ടും കാണാം. താങ്ക് യു ആൾ.